ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയായിരുന്നു കഴിച്ചു. അപ്പം നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ ഒരു Q&Aയുടെ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാൻ ഉള്ള ചോദ്യങ്ങൾ അതിൽ ഇടുന്നവർക്ക് അതിലിടാം. പിന്നെ ഞാൻ നമ്പർ ഇട്ടേക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു മൂന്നാലല്ല ഒരു 5-6 ക്വസ്റ്റ്യൻ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. അതിനും ഞാൻ ഉത്തരം പറയുന്നതാണ്. അപ്പോൾ അതിലെ ഒരു ചോദ്യത്തിൻ്റെ ഇതാണ് ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ. അപ്പോൾ അത് മുമ്പേ ഉള്ളവരല്ല, അത് പുതിയതായിട്ട് വന്നിട്ടുള്ള ഫാമിലി മെമ്പേഴ്സാണ്. അതുകൊണ്ടാണത് ചോദിച്ചത്, മറ്റൊന്നുമല്ല. എൻ്റെ കുടുംബത്തിനെക്കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്നൊരു വീഡിയോ ആയിട്ട്, ഒരാളല്ല 3 പേര് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു ചെറിയ വീഡിയോ ആയിട്ടങ്ങ് ചെയ്യാമെന്ന്. മറ്റത് അങ്ങനെയുള്ള ഇതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതിന് ഞാൻ അല്ലാതെ ആൻസർ തരുന്നതാണ്. അപ്പോൾ ഞാൻ ജനിച്ചത് കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ ചാണപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ജനിച്ചത് ഇവിടെയാണ്. പക്ഷേ ഞങ്ങൾ താമസം, എൻ്റെ അച്ഛൻ ആറ്റിങ്ങക്കാരനാണ്, അമ്മ കടയ്ക്കലുമാണ്. അപ്പം ആറ്റിങ്ങൽ കൊച്ചിലെ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ അങ്ങ് ആറ്റിങ്ങലായിരുന്നു. കാര്യം ആറ്റിങ്ങൽ എന്ന് പറയുമ്പോൾ സിറ്റി, ഭയങ്കര സിറ്റിയാണല്ലോ. അപ്പം സ്കൂളിലൊക്കെ പോകുന്ന സമയത്തും സ്കൂളിലൊക്കെ പോകുമ്പം ബസ്സിൻ്റെ ഇടയിൽ ഓടിക്കയറി അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ കുറച്ച് നാൾ ഒരു വർഷത്തോളം ഇവിടെ കടയ്ക്കൽ എൻ്റെ കുഞ്ഞുനാളിൽ നിന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരുമായിട്ട് നിന്നിട്ടുള്ളൂ. അപ്പം ആറ്റിങ്ങലായിരുന്നു എൻ്റെ കുഞ്ഞുനാളിലുള്ള ആറ്റിങ്ങലായിരുന്നു. എൻ്റെ അച്ഛന് ട്രാൻസ്പോർട്ടിലായിരുന്നു ജോലി. ഞങ്ങളാദ്യം ആറ്റിങ്ങൽ വലിയ കുന്നിലാണ് ഞങ്ങൾ താമസിച്ചത്. അവിടെ താമസിച്ച വീടും എല്ലാം ഓർമ്മയുണ്ടെങ്കിലും എനിക്ക് ആ കുഞ്ഞുനാളിൽ തൊട്ടുള്ള അവിടുത്തെ ഓർമ്മകൾ കുറവാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചന്ദ്രോട്ടിലാണ് താമസിച്ചത്. അത് അവിടുന്ന് ആ വീടും പുരയിടവും അവിടുന്ന് കൊടുത്തതിന് ശേഷം എങ്ങനെയാണെന്നുള്ളതെന്നൊന്നും എനിക്കറിയത്തില്ല. അതിന് കുറച്ചപ്പുറത്തായിട്ട് തന്നെയാണ് എൻ്റെ അച്ഛൻ്റെ ആൾക്കാരെല്ലാം അവിടെയാണ്. മൂത്തേച്ചനും 2 മൂത്തേച്ചനുണ്ടായിരുന്നു, അപ്പച്ചി ഉണ്ടായിരുന്നു. അതിലെ ഒരു മൂത്തേച്ചൻ നേരത്തെ അങ്ങ് മരണപ്പെട്ടു. അപ്പം ആ മൂത്തേച്ചനും അപ്പച്ചിയും ചന്ദ്രോട്ടിലാണ് താമസിക്കുന്നത്. ഏറ്റവും മൂത്ത മൂത്തേച്ചൻ വലിയ കുന്നിലാണ് താമസിക്കുന്നത്. ഇതൊക്കെ എൻ്റെ കുഞ്ഞുനാളിലുള്ള ഓർമ്മകളാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ചന്ദ്രോട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. ചന്ദ്രോട്ടിൽ താമസിക്കുമ്പോൾ അങ്ങനെ ചന്ദ്രോട്ടിലായിരുന്നു. അവിടുത്തെ എൻ്റെ കുഞ്ഞുനാളിലുള്ള ഓർമ്മകളെല്ലാം എനിക്ക് കുറച്ചുണ്ട്. പിന്നെ എൻ്റെ ഒത്തിരി വലുതായപ്പോൾ ഞാനിഞ്ഞ് കടയ്ക്കലായി. അപ്പോൾ ഞാൻ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുനാളിലുള്ള ഓർമ്മകളെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണക്കല്ല. ഇപ്പം നമ്മൾ വയ്യാതെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അമ്മയും അച്ഛനും നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അങ്ങനെയൊക്കെ ആണല്ലോ. പക്ഷേ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞുനാളിൽ തൊട്ടേ ജോലിയൊക്കെ ചെയ്യാനും, ഞാൻ ആറ്റിങ്ങൽ ടൗൺ UPSലാണ് പഠിച്ചത്. ടൗൺ UPSൽ എനിക്ക് തോന്നുന്നു 3ാം ക്ലാസ് വരെ അങ്ങനെയെങ്ങാണ്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ഞ് വന്നു. അപ്പം ഈ ടൗൺ UPSC പഠിക്കുമ്പം ഒരു ദിവസം എൻ്റെ അണ്ണൻ കൂടെ വന്നതും, അപ്പം ഞാൻ കരഞ്ഞത് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് 2 അണ്ണന്മാരുണ്ടായിരുന്നു. ഒരണ്ണൻ ഞാൻ 5ൽ പഠിക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. പിന്നെ ഒരണ്ണനുണ്ടായിരുന്നു. ആ അണ്ണൻ്റെ കാര്യം പിന്നെ പറയാം. അപ്പോൾ 2 അണ്ണനായിരുന്നു. ഞങ്ങൾ 4 പേരായിരുന്നു. നമ്മൾ 2 പെണ്ണും
രണ്ടാണുമായിരുന്നു. അപ്പോൾ ഒരു അച്ഛൻ KSRTCയിലായിരുന്നു അച്ഛൻ ജോലി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അച്ഛന് ഇത്തിരി കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒത്തിരി എല്ലാം നശിപ്പിച്ച് അങ്ങനെയൊക്കെ ഉള്ള പക്ഷേ അച്ഛൻ്റെ ഒരു പൈസ കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഞങ്ങൾ അയച്ചതായാലും അങ്ങനെയായാലും അച്ഛൻ കുടിച്ചെന്ന് വിചാരിച്ച് ആരെയും ഒന്നും പറയുകയും അങ്ങനെയൊന്നും ഒന്നും ഇല്ല. അച്ഛനത് മദ്യപിക്കുമായിരുന്നു, പക്ഷേ നല്ല സ്വഭാവ രീതിയാണ്. അപ്പം അച്ഛൻ KSRTC ഡ്രൈവറായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വെഹിക്കിൾ സൂപ്പർവൈസറായി. ഹെഡ് വെഹിക്കിൾ സൂപ്പർവൈസറായിട്ടാണ് അച്ഛൻ റിട്ടയർമെൻ്റ് ആവുന്നത്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ പെൻഷൻ കിട്ടുമായിരുന്നു. അച്ഛൻ മരണപ്പെട്ടു. അച്ഛൻ റിട്ടയർഡായി 6-7 വർഷത്തോളം അച്ഛന്, പിന്നെ 5-6 വർഷത്തോളം അച്ഛന് പെൻഷൻ വാങ്ങാനുള്ള ഇതുണ്ടായിരുന്നു. പിന്നെ അച്ഛനും മരണപ്പെട്ടപ്പോൾ പിന്നെ അമ്മയ്ക്ക് കിട്ടി. അച്ഛനെന്ന് പറഞ്ഞാൽ അച്ഛൻ മദ്യപിക്കുന്നത് കൊണ്ട് അച്ഛൻ അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്നും അറിയാനുള്ള ഒരു ഇത്, അച്ഛൻ പോയി മദ്യപിക്കുകയല്ലേ എന്നും ആ ഒരു ഇത്. അവസാനം അച്ഛൻ കുടിയൊക്കെ നിർത്തി, പേപ്പറൊക്കെ വായിച്ച് ഞങ്ങളെ വീട്ടിലിരുന്ന് ഈ മദ്യപിക്കുന്നവരായാലും അങ്ങനെയുള്ളവർ പെട്ടെന്ന് നിർത്തുമ്പോൾ അവർക്ക് അവരുടെ ഉള്ളിലുള്ള അസുഖത്തിൻ്റെ ഇത് പെട്ടെന്ന് വേദനകളെല്ലാം വെളിയിൽ വരുമല്ലോ. അപ്പോഴാണ് അച്ഛന് വേദന സഹിക്കാൻ വയ്യാതെ ഈ ഭാഗത്ത് ചെവിയുടെ ആ ഭാഗത്തായിട്ട് ഒരു ഞൊണല് പോലെ വന്നു, വേദനയായിരുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അത് സ്റ്റേജ് വളരെ ഇതായി കഴിഞ്ഞു. അച്ഛന് ആ ഭാഗത്തായിട്ട് ക്യാൻസറായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ അച്ഛൻ ആശുപത്രിയിൽ എൻ്റെ അമ്മ കൊണ്ട് നടന്ന് അമ്മ കീമോ ചെയ്യാനും എല്ലാം കൊണ്ടുപോയതെല്ലാം അമ്മ പറഞ്ഞ് ഞാനെല്ലാം കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയും ഇന്നില്ല. അമ്മ ഒരുപാട് ദുഃഖം അനുഭവിച്ചാണ് അച്ഛൻ്റെ കൂടെ ജീവിച്ചിട്ടുള്ളത് എന്നൊക്കെ എനിക്കറിയാം. പിന്നെ അച്ഛൻ ഞങ്ങളെ കൊണ്ട് ആറ്റിങ്ങൽ പോവും. ആറ്റിങ്ങൽ കൊണ്ടുപോയി നിർത്തുന്നത് അപ്പച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ എല്ലാവരുമായിട്ടും നല്ലൊരു ബോണ്ടിങ്, എല്ലാവരുമായിട്ടും നല്ലൊരു സഹകരണം അന്നും ഇന്നും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു. അച്ഛൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞാലും അമ്മയുടെ ആൾക്കാരെന്ന് പറഞ്ഞാലും നമുക്ക് അതൊരു പ്രത്യേക ഒരു ഇതാണല്ലോ. നമുക്ക് ഇപ്പം അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. പിന്നെ അപ്പം അത് കേൾക്കുമ്പോൾ നമുക്കൊരു നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാലും അവരായിരിക്കും ചിലപ്പം ഓടി വരുന്നത്. അപ്പം അച്ഛൻ്റെ ആൾക്കാരും ഇപ്പോഴും വിളിക്കുകയും എടുക്കുകയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പോവാറുണ്ട്. അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അച്ഛന് കുടിയൊക്കെ നിർത്തി വീട്ടിലിരുന്നപ്പോൾ ആ വേദന വന്നു. അങ്ങനെയാണ് പോയി പരിശോധിച്ച് ചെക്കപ്പ് നടത്തിയപ്പോഴാണ് ക്യാൻസറാണെന്നറിഞ്ഞത്. പിന്നെ അത് മെഡിക്കൽ കോളേജിലായിരുന്നു എൻ്റെ ചികിത്സ. അപ്പോൾ കീമോ ചെയ്യാനായിട്ട് ഒരു കീമോ ചെയ്ത് രണ്ടാമത്തെ കീമോ ചെയ്യാനുള്ള ഒരിതായപ്പോൾ അച്ഛന് കീമോ ചെയ്യാൻ പറ്റില്ല. വയറൊക്കെ കയറി പെരുവി, ചെയ്യാൻ പറ്റാത്ത ഇതായി, ആ സ്റ്റേജ് ആയായിരുന്നു. പിന്നെ അച്ഛന് എന്ത് ജോലി എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ്റെ ജോലിയുടെ ഇത് തന്നെ അച്ഛൻ പറഞ്ഞു. അപ്പം മെഡിക്കൽ കോളേജിലൊക്കെ ഹോസ്പിറ്റലിൽ നമ്മൾ കിടക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയും ഇതായി അച്ഛൻ്റെ സത്യസന്ധമായിട്ടുള്ള മറുപടിയെ അച്ഛൻ പറയൂ. എനിക്കറിയില്ല ആ ഒരു വരമാണോ എനിക്ക് കിട്ടിയേക്കണേന്ന് എനിക്കറിയില്ല. എനിക്ക് ആരെന്ത് ചോദിച്ചാലും എൻ്റെ വായിന്ന് ഒരു കള്ള എപ്പോഴെങ്കിലും വായിന്ന് വീണ് കഴിഞ്ഞാൽ അത് കിടന്ന് അവിടെ ഇവിടെ ഉരുണ്ട് അവസാനം എൻ്റെ വായിന്ന് തന്നെ ആ സത്യം വീണിരിക്കും. അച്ഛൻ്റെ അങ്ങനെയുള്ള കുറേ നല്ല സ്വഭാവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പകർന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ദുരിതങ്ങൾ അനുഭവിച്ചും ഒക്കെ തന്നെയാണ് അച്ഛൻ്റെ കൂടെ ജീവിച്ചിട്ടുള്ളത്. എന്നാലും അച്ഛൻ മദ്യപിച്ചു വെക്കുന്നു എന്നൊരാളല്ലെന്നാൽ ആ ഒരു ഇത് അച്ഛൻ പെൻഷനായതിനു ശേഷം അച്ഛൻ കൂടുതലും അങ്ങനെ അങ്ങ് പോവുകയും ഒരുപാട് ദുഃഖങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുതിലെ ഞങ്ങൾ കാണുന്നതെല്ലാം ഒരുപാട് ദുഃഖം നിറഞ്ഞ ഒരിതായിരുന്നു. പിന്നെ അമ്മ ഒരുപാട് ദുഃഖം അനുഭവിച്ച് ജീവിച്ചതിൻ്റെ ഫലം അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അച്ഛൻ്റെ പൈസ തന്നെയാണ് എൻ്റെ അമ്മയ്ക്ക് പെൻഷൻ കിട്ടുമായിരുന്നല്ലോ, ഫാമിലി പെൻഷനുണ്ട്. ആ പൈസ കിട്ടി അമ്മ മരിക്കുന്നത് വരെയും അമ്മയ്ക്ക് ആരെയും മുമ്പ് കൈ നീട്ടണ്ടായിരുന്നു. അമ്മയ്ക്ക് ആ പെൻഷൻ എടുത്ത് അതൊക്കെയാണല്ലോ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നമുക്ക് ഏറ്റവും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഇതെന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം
ആ ഒരു രീതിയാണ്. അപ്പം അമ്മ മരണപ്പെടുമ്പോഴും അമ്മയെ കൊണ്ട് പറ്റുന്നതെല്ലാം അമ്മ മക്കൾക്കായാലും അത് ഇതായാലും അമ്മയ്ക്ക് അതൊരു പ്രത്യേക സ്നേഹമാണ്. അമ്മയുടെ രണ്ടാമത്തെ മകൻ, എൻ്റെ രണ്ടാമത്തെ ആങ്ങള, അത് പിന്നെ ഒരു ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അപ്പോൾ അണ്ണനും കൂടെ പോയപ്പോൾ പിന്നെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ ഒരുപാട് ഇതായിരുന്നു. അമ്മയുടെ മക്കൾ രണ്ടും മരണപ്പെട്ടു. ഓരോരുത്തർക്കും ഓരോ ജീവിതം തലയിൽ എഴുതിയിട്ടുണ്ടല്ലോ, അതുപോലെ ആയിരുന്നു. പിന്നെ അമ്മയ്ക്ക് അണ്ണന് പകരം അണ്ണൻ്റെ മക്കളെ വിളിക്കുകയും എടുക്കുകയും എന്തുണ്ടെങ്കിലും കൊടുക്കുന്നതിനായാലും വാങ്ങിക്കുന്നതിനായാലും അമ്മയ്ക്കതൊരു പ്രത്യേക ഒരു ഇതായിരുന്നു. അമ്മ അങ്ങനെ ആരെയും അമ്മയുടെ കാര്യം നോക്കി അമ്മ വീട്ടിലിരിക്കുന്ന ഒരു രീതിയായിരുന്നു. അമ്മ ആർക്കും ഒരു ദ്രോഹത്തിനും പോകുന്ന സ്വഭാവമല്ലായിരുന്നു. കണ്ണിരിക്കുമ്പം കണ്ണിൻ്റെ കാഴ്ച അറിയത്തില്ല. അച്ഛനും അമ്മയും ഉള്ളപ്പോഴത്തേക്ക് നമ്മളൊന്നും അറിയത്തില്ല. പ്രത്യേകിച്ചും അച്ഛൻ മരണപ്പെട്ടിട്ട് ഇപ്പം 32 വർഷം കഴിഞ്ഞു. അമ്മ ഇപ്പം 1.5 വർഷമായി അമ്മ മരിച്ചിട്ട്, 1.25 വർഷത്തോളമായി അമ്മ മരിച്ചിട്ട്. അമ്മ പോയപ്പോഴാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ മുഖത്ത് ഒരു സങ്കടഭാവം വന്നാൽ പോലും അതപ്പോഴേ തിരിച്ചറിയുന്നത് ഞങ്ങളെ അമ്മമാരാണ്. എത്ര ഞങ്ങൾ വഴക്ക് കൂടിയാലും കെറിയിച്ചാലും അതൊരു 5 മിനിറ്റത്തെ ഒരിത് കഴിയുമ്പോൾ അമ്മ അതൊന്ന് വേറെയാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, കണ്ണിരിക്കുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ കാഴ്ച അറിയത്തില്ല. അതുകൊണ്ട് അന്ന് തൊട്ടേ ഞാൻ എല്ലാവരുടെ അടുത്തും പറയും, എത്ര ഇതായാലും നമ്മുടെ അമ്മമാരെ നമ്മൾ വലം കൈയിൽ ഇതാക്കി നമ്മൾ നോക്കണം. കാര്യം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്. അതൊക്കെ ഞാനിപ്പോൾ ഒന്നും ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നില്ല. അപ്പം നമ്മുടെ അച്ഛനും അമ്മയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഇതാണ്. ആരുണ്ടെന്ന് പറഞ്ഞാലും അവരവരുടെ അമ്മയെ കൊണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇതൊന്ന് വേറെയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മക്കൾ എനിക്ക് ഒരു മോനും ഒരു മോളുമാണ്. അണ്ണൻ പാരിപ്പള്ളിയുള്ളതാണ്. അണ്ണൻ ഇവിടെ ഉണ്ട്. അണ്ണൻ ജോലിക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല, ഇപ്പോൾ വീട്ടിലുണ്ട്. മോൻ വെളിയിലാണ്. അത് ഒരുപാട് എൻ്റെ ജീവിതത്തിലായാലും എനിക്ക് എൻ്റെ 19 വയസ്സ് കഴിഞ്ഞ് 19 വയസ്സ് കഴിഞ്ഞ് 20ാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ കല്യാണം. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത് പാരിപ്പള്ളിയിലാണ്. അന്ന് കല്യാണം കഴിക്കുമ്പോൾ ഗൾഫിലായിരുന്നു. ഒരുപാട് ദുഃഖമെന്ന് പറഞ്ഞാൽ ഒരുപാട് വീട്ടിൽ നിന്ന് കൊണ്ടുപോയ വീട്ടിൽ നിന്നായാലും നമുക്ക് അമ്മാവി വീട്ടിൽ നിന്ന് ദുഃഖം അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. അങ്ങനെ ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് ആദ്യം ചെന്ന് കയറിയ ഒരു ഇതുകൊണ്ടും നമ്മൾ കൂടുതൽ ഒരു പാവത്വത്തിൻ്റെ ഒരിത് കാണിക്കുന്നത് കൊണ്ടും, പിന്നെ ജീവിതത്തിൽ ഒരുപാട് കല്ലും മുള്ളും കയ്പും നിറഞ്ഞൊരു ജീവിതമായിരുന്നു. അവിടെ നിന്നൊക്കെ പയ്യെ എങ്ങനെയെല്ലാം ഏതെല്ലാം രീതിക്കും നമ്മൾ ഒന്ന് വിഷമപ്പെട്ട് നമുക്കൊന്ന് സാമ്പത്തികമായിട്ടായാലും നമുക്കൊന്ന് ബുദ്ധിമുട്ട് വരുമ്പോൾ അപ്പോൾ നമ്മുടെ കുറ്റം പറയാനും ഇത് പറയാനും നമ്മളെ ചവിട്ടിത്താഴ്ത്താനും ഒക്കെ ആയിരിക്കും ആൾക്കാരുള്ളത്. അതെല്ലാം മനസ്സിലാക്കി ഞാൻ 12 വർഷം കളക്ഷൻ ഏജൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തു. അതിനുശേഷം 3.5 മാസത്തോളം ഞാനൊരു ചെറിയൊരു കട അണ്ണൻ റേഷൻ കടയിൽ സെയിൽസ്മാനായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് പിന്നെ കല്യാണം കഴിക്കുമ്പോൾ പുള്ളി ഗൾഫിലായിരുന്നു. പിന്നെ സുഖമില്ലാതെ കഴിഞ്ഞ് വന്നു. അങ്ങനെ നമ്മുടെ കൊച്ചു വിശേഷങ്ങളും ജീവിതവുമായി ഇങ്ങനെ മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് ഒരുപാട് കയ്പ് നിറഞ്ഞ ജീവിതങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാമായിരുന്നു. പിന്നെയാണ് ഞാൻ കളക്ഷൻ ഏജൻ്റായിട്ട് കയറി. അണ്ണൻ ജോലിക്കും പോവുകയായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ പോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആപത്തുകൾ ഓരോന്ന് വന്ന് പിടിക്കുകയും അതിൽ നിന്നൊക്കെ അച്ഛനെ ആയാലും മക്കളെ ആയാലും അവരെയൊക്കെ മോചിപ്പിച്ചെടുക്കാൻ ഒരുപാടെന്ന് പറഞ്ഞാൽ ഞാൻ ദുഃഖം അനുഭവിച്ചു.
ജീവിതത്തിൽ ഒരു മനുഷ്യരും അനുഭവിക്കാത്ത ദുഃഖങ്ങൾ അനുഭവിച്ചൊരു ആളാണ് ഞാൻ. അതൊന്നും പക്ഷേ ഞാൻ പുറമേ കാണിക്കാറില്ല. എല്ലാവരുടെ മുമ്പേയും ചിരിച്ച് സന്തോഷിച്ച് അങ്ങനെ ഞാൻ നിന്നിട്ടുള്ളൂ. ഒരു പെണ്ണിന് അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ ആരെങ്കിലും വല്ലതും പറയുമ്പോഴായാലും എനിക്കത് പെട്ടെന്ന് സങ്കടം വരുന്ന കാര്യവും അതുകൊണ്ടാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരംശം പോലും സഹിക്കാൻ തയ്യാറല്ല. പക്ഷേ എനിക്കൊരു മോളുണ്ട്. അവളെ ഞാൻ കൊച്ചിലേ തൊട്ടേ ആ ഒരു നല്ല രീതിക്ക് തന്നെയാണ് വളർത്തിയേക്കുന്നത്. അവൾ ദുഃഖവും സന്തോഷവും എല്ലാം അറിഞ്ഞ് തന്നെയാണ് അവളെ ജീവിതം അവൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ വേണമല്ലോ, സുഖവും വേണം ദുഃഖവും വേണം. അപ്പം പിന്നെ എൻ്റെ മോനെ ഞാൻ അവൻ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അവൻ നല്ല രീതിക്ക് +2 ഒക്കെ പാസ്സായി. അതിനുശേഷം അവൻ വീണ്ടും IT അങ്ങനെ പല ഇതായിട്ടൊക്കെ പഠിച്ച് വീണ്ടും അവൻ ഓരോ കോഴ്സൊക്കെ പഠിച്ച് നല്ല ഇതിൽ വന്നു. മോള് 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു. അതിനുശേഷം ഡിഗ്രി എടുത്തു, HDCയും കഴിഞ്ഞു. അങ്ങനെ 2 പേർക്കും നല്ല രീതിക്ക് പഠിക്കാനും അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും കഴിഞ്ഞു. HDC കല്യാണം കഴിഞ്ഞിട്ടാണ് മോൾ എടുത്തത്. മോൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഗൾഫിലേക്ക് പോകാനായിട്ട് ഞാൻ ഒരവസരം ഉണ്ടായി. അപ്പോൾ നമുക്ക് മോനെ അയക്കാനായിട്ട് പോലും അപ്പോൾ പൈസയ്ക്ക് നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയമാണ്. പക്ഷേ എൻ്റെ ആ കണക്കിനൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ അമ്മ ഒരുപാട്, എൻ്റെ അച്ഛൻ മദ്യപിക്കുമായിരുന്നെങ്കിലും അമ്മയ്ക്ക് അങ്ങനെയൊക്കെ ഒരുപാട് അച്ഛൻ്റെ ആ ഒരിത് കൊണ്ട് അമ്മയ്ക്ക് ആരെയും മുമ്പ് അങ്ങനെ ഒരിത് വിഷമിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ലോൺ എടുത്ത് ഒരു ലോൺ മോനെ ഞങ്ങൾ ഗൾഫിലേക്ക് വിടുന്നു ആദ്യം. പിന്നെ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും മോനിലേക്കാണ്. കാര്യം അണ്ണന് സുഖമില്ലാതെ ഉള്ള ഒരിതാണ്. പിന്നെ എൻ്റെ തലയിലാണ് ഈ കുടുംബത്തിൻ്റെ നമ്മളെ വീട്ടിൻ്റെ എല്ലാ ചുമതലകളും എല്ലാ ഇതും ഏൽക്കുന്നത്. അണ്ണൻ ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാ ഇതും ഏറ്റ ഒരു ജീവിതമായിരുന്നു. മോൻ ഗൾഫിൽ പോയി. പിന്നെ അപ്പം മോളെ കല്യാണം കഴിഞ്ഞിട്ട് മോളെ കല്യാണം ആവുന്നു. അപ്പം മോൻ അങ്ങോട്ട് പോയതേ ഉള്ളൂ, പോയി കടം തീർന്നതേ ഉള്ളൂ മോളെ കല്യാണമായപ്പം. അല്ല, കല്യാണമായിട്ട് ഇങ്ങനെ ഒന്നും മോൻ്റെ കയ്യിൽ എടുക്കുക ആ ഒരു സമയമായി വരുന്നതേ ഉള്ളൂ മോൻ. അപ്പം നമ്മൾ ലോണെടുത്ത് ബാക്കി പൈസയെ കൂടെയൊക്കെ മറിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് തന്നെ ഞങ്ങളെ കുടുംബം അനിയത്തിരിയിൽ നിന്ന് ഞങ്ങൾ എൻ്റെ ഷെയർ വിറ്റ് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് അത് വിറ്റ് ഇങ്ങോട്ട് വന്നതിന് ശേഷം നമ്മൾ അനിയത്തിരിയിൽ നിന്ന് ഈ കുടുംബ വീടും പെരേടുമാണ്. ഇത് ഞങ്ങൾ അനിയത്തിരിയിൽ നിന്ന് വിലയ്ക്ക് മേടിച്ചതാണ്, വാങ്ങിച്ചു. അപ്പോൾ ആ കുടുംബ വീട് അതിലുണ്ട്. അതിൽ വെച്ചായിരുന്നു മോളെ നിശ്ചയവും. അപ്പോൾ അവിടെ അതിൽ വെച്ച് തന്നെ കല്യാണവും നടത്താം എന്നുള്ളതായിരുന്നു. അപ്പോഴാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സംഘത്തിൽ 2 വീട് മറ്റേ വീടുണ്ടല്ലോ കൊല്ലത്ത്, അതിൻ്റെ ഇതിൽ 2 വീട് അനുവദിച്ചു. എന്തൊരു ശ്രീ എന്നാ പറയുമല്ലോ, മറന്നുപോയി. അതിൻ്റെ വീട് അനുവദിച്ചു. അതിലൊരു വീട് എനിക്കായിരുന്നു. അപ്പോൾ 2 ലക്ഷം രൂപ മുന്നേ അടച്ചു കൊടുക്കുമ്പോൾ നമുക്ക് 4 ലക്ഷം രൂപയായിട്ട് തിരിച്ച് കിട്ടുമെന്നാണ് പറയുന്നത്. അതിന് ഒരുപാട് വേണ്ട വീട് വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് 1-2 പേരുടെയൊക്കെ കൂടുതൽ ഇത് കാരണം ഞങ്ങൾ വെച്ചതാണ്. നമ്മളതിൽ 10 പൈസയും ഇല്ല. മോളെ കല്യാണം കഴിക്കാനായിട്ട് തന്നെ ലോൺ എടുത്ത് അങ്ങനെ ആ ഒരു ഇതാണ്. അങ്ങനെ 2 ലക്ഷം രൂപ മറിച്ച് കൊണ്ടുവന്നു. ഗ്രാമശ്രീയാ അല്ലല്ലോ, എന്തൊരു ഇത് പെട്ടെന്നങ്ങ് ചിലപ്പോൾ മറന്നു പോവും. അതിൽ കൊണ്ടുവന്ന് പൈസ അടച്ചിട്ട് നമുക്ക് കിട്ടിയത് 3,86,000 രൂപയാണ്. 14,000 രൂപ ടാക്സ് എന്നും പറഞ്ഞ് കുറഞ്ഞു. പിന്നെ എത്രയോ പ്രാവശ്യം എടുക്കേണ്ടതൊക്കെ വന്നു. അങ്ങനെയാണ് ആദ്യം. അപ്പം 600 സ്ക്വയർ ഫീറ്റിൽ മാത്രമേ വീട് വയ്ക്കാവൂ. അതിൽ നിന്ന് 1 ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. അങ്ങനെയാണ് ഞങ്ങൾ കുടുംബ വീട് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഞങ്ങൾ നല്ല ഒരു വീട് 600 സ്ക്വയർ ഫീറ്റിൻ്റെ തന്നെ ഒരു വീട് ഞങ്ങൾ വെച്ചു. 2 ബെഡ്റൂം, ഹാള്, ചെറിയൊരു സിറ്റ് ഔട്ട്, നല്ലൊരു അടുക്കള, നല്ല എല്ലാ പണിയും അകത്ത സകല പണികളും ആ പൈസ കൊണ്ടല്ല, ബാക്കി പൈസ ഞങ്ങൾ കടം മറിച്ചു പണി ചെയ്തു. എല്ലാം അവസാനം കണക്ക് നോക്കി ഇതാക്കിയപ്പോൾ വെളി മാത്രം ഇത്തിരി പൂശേണ്ട ഒരിതേ ഉള്ളായിരുന്നു.
വെളിഭാഗം പൂശണം. അല്ലാതെ അകത്ത കംപ്ലീറ്റ് പണിയും തീർത്തായിരുന്നു. 8,50,000 രൂപയായി ഞങ്ങൾക്ക്. അങ്ങനെയാണ് ആദ്യത്തെ ആ വീട് ഞങ്ങൾ വെച്ചത്. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് കടയ്ക്കൽ ചാണപ്പാറയാണ്. ബാക്കി ഞാൻ ഇനി അടുത്തൊരു വീഡിയോയ്ക്ക് ലെങ്ത് കൂടിപ്പോവും. ഇപ്പോൾ എൻ്റെ മോൻ്റെയും കല്യാണം കഴിഞ്ഞു. 2 പേരും സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ടാറ്റാ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ. അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക, കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബാക്കി എൻ്റെ ജീവിതാനുഭവങ്ങളും എല്ലാം നിങ്ങൾക്ക് ഞാൻ പങ്കുവെച്ച് തരുന്നതാണ്. അപ്പോൾ ടാറ്റാ, ബൈ.